ഹായ് ഗായ്സ്, വെൽക്കം ടു USM മല്ലു. ഒരു പുതിയ ചെറിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്റ്റോപ്പ് വേസ്റ്റിംഗ് റിഫ്രഷിങ് ദ ബ്രൗസർ വിൻഡോ ഒക്കെയാണ് എനിക്ക് നിങ്ങളുടെ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഏത് ബ്രൗസറും അപ്പോയിൻമെൻറ്റിന് വേണ്ടി US വിസ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ റിഫ്രഷ് ചെയ്ത് കുഴഞ്ഞ് നിൽക്കുന്നവരാണോ നിങ്ങൾ? ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ അപ്പോയിൻമെൻറ്റ് ചെക്ക് ചെയ്യേണ്ട എക്സാക്ട് ടൈംസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം 99% ആപ്ലിക്കൻസ് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തവരാണ്. അവരെ മിക്കവർക്കും അപ്പോയിൻമെൻറ്റ് കിട്ടാറില്ല. അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി ഏജൻറ്റുകൾ സമീപിക്കാറുണ്ട്. പക്ഷേ നിങ്ങളുടെ പൈസ ഇല്ല, നിങ്ങൾ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഏജൻറ്റ്സ് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്, നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് നോക്കാം എന്നുള്ളൊരു ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ അപ്പോയിൻമെൻറ്റ് സിസ്റ്റം ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എന്തെങ്കിലും ഒരു മിറേക്കിൾ സംഭവിക്കുമെന്നും പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണെന്നെങ്കിൽ ആ ചിന്ത അങ്ങോട്ട് വിട്ടേക്കും. ഒരു മിറേക്കിളും ഒരിക്കലും സംഭവിക്കത്തില്ല. അപ്പം ഇതിനൊരു സയൻസ് ഉണ്ട്, ഇതിനൊരു ടൈമുണ്ട്. ഈ എക്സാക്ട് ടൈംസിനെ കുറിച്ചും അതിൻ്റെ ചില ടെക്നിക്കിനെ കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്നോട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി ഗോൾഡൻ അവേഴ്സ് എന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ എക്സ്റ്റെൻസീവ് ഡേറ്റ അനാലിസിസും ആയിരക്കണക്കിന് സക്സസ്ഫുൾ ബുക്കിംഗ്സിൻ്റെയും ബേസിസിൽ റെഡിറ്റ് അങ്ങനെയുള്ള പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും ഫോറങ്ങളിൽ നിന്ന് ഞാൻ ഒരു ക്രോഡീകരിച്ച ഡേറ്റ പ്രകാരം ഉള്ള ഗോൾഡൻ അവേഴ്സിനെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 10:30 മുതൽ 11:30 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ്. ഈ ടൈമിലാണ് മോസ്റ്റ്ലി US വിസ സ്കെഡ്യൂളിംഗ് എന്ന് പറയുന്ന പോർട്ടലിൽ അത് ക്യാൻസൽഡ് അപ്പോയിൻമെൻറ്റ്സ് റിലീസ് ചെയ്യുന്നത്. ക്യാൻസൽ ചെയ്യുന്ന അപ്പോയിൻമെൻറ്റ്സ് മിഡ് നൈറ്റ് US ടൈമിൽ മുമ്പ് ഈ സമയത്ത് 10:30 മുതൽ 11:30 വരെയുള്ള ഇന്ത്യൻ ടൈമിൽ അവൈലബിൾ ആവും. സെക്കൻഡ് ടൈം എന്ന് പറയുമ്പോൾ 4:30 PM ടു 6:30 PM IST. US ഗവൺമെൻറ് സിസ്റ്റംസ് അപ്ഡേറ്റ് ആകുന്ന ഏർലി മോർണിംഗ് ടൈമിലാണ്. അപ്പം ഈ അപ്ഡേറ്റ് ആകുന്ന സമയത്ത് അവർ റിലീസ് ചെയ്യുന്ന ബാച്ച് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 4:30-നും 6:30-നും ഇടയിലാണ് അവൈലബിൾ ആകുന്നത്. അത് ഈ 6:30-നും 4:30-നും 6:30-നും അത് അവൈലബിൾ ആകുന്നത് മെയിൻലി ട്യൂസ്ഡേയ്സും വെനസ്ഡേയ്സും സൺഡേയ്സുമാണ്. തേർഡ് ടൈം എന്ന് പറയുന്നത് 9:30 AM ടു 10:29 AM. അതായത് ഫൈനൽ അവർ ബിഫോർ ദ സിസ്റ്റം മെയിൻ്റനൻസ്, ലാസ്റ്റ് മിനിറ്റ് ക്യാൻസലേഷൻസും അഡ്മിനിസ്ട്രേറ്റീവ് റിലീസസും, അതായത് ലാസ്റ്റ് മിനിറ്റിൽ ക്യാൻസൽ ചെയ്യുന്ന ആപ്ലിക്കേഷൻസും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് അവർ റിലീസ് ചെയ്യുന്ന ബാച്ചസും അവൈലബിൾ ആകുന്നത് ഈ 9:30 AM ടു 10:30 AM ISTയിലാണ്. ടൈമിംഗ് മാത്രം ഒന്നുമല്ല, ദിവസങ്ങളും കൂടെ നമുക്ക് നോക്കാം. ട്യൂസ്ഡേയ്സ് ആൻഡ് വെനസ്ഡേയ്സ്, അതാണ് നമ്മൾ അനാലിസിസ് പ്രകാരം ബെസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ ആണ്. മൺഡേ വലിയ കാര്യമില്ല, എല്ലാവരും മൺഡേ ചെക്ക് ചെയ്യുന്ന കാരണം മൺഡേ സ്ലോട്ട് റിലീസായപ്പോൾ നമുക്ക് കിട്ടാൻ കൂടെ സാധ്യത കുറവാണ്. ഫ്രൈഡേ ആഫ്റ്റർനൂൺ, ഇതാണ് ക്യാൻസലേഷന് ഏറ്റവും അനുയോജ്യമായ ടൈം എന്ന് പറയുന്നത്. ഫ്രൈഡേ ആഫ്റ്റർനൂണാണ്. ഒരു 3 o'clock to 6 o'clock നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലോട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീക്കെൻഡ്സിൽ സാറ്റർഡേയ്സ് വലിയ പ്രയോജനം ഉണ്ടാവില്ല. പക്ഷേ സൺഡേ വന്ന് ഫ്രം 3 PM ടു ഒരു 7:30 PM IST നിങ്ങൾക്ക് സ്ലോട്ടുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും ഇന്ത്യൻ ടൈമിൽ. അപ്പോൾ നാം ടൈമിങ്ങളെ കുറിച്ച് കണ്ടു. ഈ ടൈമിംഗ് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പ്രത്യേക ടൈമിങ്ങളിൽ അലാം സെറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഡിവൈസിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. അതായത് കമ്പ്യൂട്ടർ, ടാബ്ലറ്റ്, മൊബൈലിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എല്ലാ ഇൻഫർമേഷനും റെഡിയായിട്ട് നിങ്ങൾ വിസ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ റെഡി ആയിരിക്കുക. അല്ലാതെ സ്ലോട്ട് അവൈലബിൾ ആകുമ്പോഴാണ് വിസ ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിമിഷങ്ങൾ കൊണ്ട് അവൈലബിൾ ആകുന്ന സ്ലോട്ട് ക്യാൻസലായി പോകും. അപ്പോൾ വിസ അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് കിട്ടാൻ ദിവസം പ്രതി വളരെ ബുദ്ധിമുട്ടായി വരികയാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജീസ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ നിങ്ങളെ വളരെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് നോക്കിയെടുക്കുന്ന കൂട്ടുകാർക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ ഗൈസ്, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്.